ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യുദ്ധങ്ങളും ഭീകരപ്രവർത്തനങ്ങളും മൂലം ഹൃദയവേദനയുടെയും കഠിന സഹനങ്ങളിലൂടെയും കടന്നുപോകുന്ന അനേകം നിരപരാധികളായ മനുഷ്യർ ഇന്ന് ലോകത്തുണ്ട്. ഭവനം നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളും ജീവിത പങ്കാളിയും മക്കളും സഹോദരങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടവർ, തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ നിന്ന് കരയുന്നവർ, ശരീരത്തിലും ആത്മാവിലും മുറിവേറ്റവർ, അങ്ങനെ നേരിട്ടനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ക്രൂര യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. ഈ ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. സ്നേഹമായ സത്യദൈവത്തിൻ്റെ ദിവ്യപരിപാലനത്തെപ്പറ്റി മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തീർച്ചയായും ധനിച്ചല്ല. കരുണയുള്ള സർവശക്തൻ ഇമ്മാനുവേൽ നിങ്ങളോടൊപ്പമുണ്ട്. കണ്ണുനീരിൽ കൈവിടാത്ത ദൈവം നിങ്ങളുടെ എല്ലാ സഹനങ്ങളും അറിയുന്നുണ്ട്. മരുഭൂമിയിലെ നിസ്സഹായയായ ഹാഗറിനെയും ഈജിപ്തിൽ അടിച്ചമർത്തപ്പെട്ട ഇസ്രായേലിനെയും ആർദ്രതയോടെ കടാക്ഷിച്ച ദൈവം തീർച്ചയായും നിങ്ങളുടെ സഹന വേദനകളിൽ നിങ്ങളോടൊപ്പം വേദനിക്കുന്നുണ്ട്. പുറപ്പാട് 3:7 കർത്താവ് വീണ്ടും അരുളിച്ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന നിലവിളിയും ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും നിഷ്ഫലമാവില്ല. നിങ്ങളുടെ കരച്ചിൽ സ്വർഗം കേൾക്കാതെ പോവില്ല. തീർച്ചയായും ദിവ്യ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട്. ദുരന്ത പലായനത്തിൻ്റെ ഭയവും ഭീതിയും ആത്മസംഘർഷവുമൊക്കെ എന്താണെന്ന് നമ്മുടെ കർത്താവിനറിയാം. മാതാപിതാക്കളായ മേരിയും ജോസഫും ശിശുവായ യേശുവിനെയും കൊണ്ട് പ്രാണരക്ഷാർത്ഥം മറ്റൊരു രാജ്യത്തിലേക്ക് ഓടിയവരാണ്. അതെ, കർത്താവും ഒരിക്കൽ അഭയാർത്ഥിയായിരുന്നു. പലായനത്തിൻ്റെ ഭയപ്പാടുകൾ അവനറിയാം. വീടുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അവനറിയാം. വേട്ടയാടപ്പെടുന്നതിൻ്റെ ആത്മസംഘർഷം നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ഭയമാകുന്നു, ഞങ്ങൾക്ക് ആരും തുണയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കരയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, കരുണാമയനായ കർത്താവ് നിങ്ങളുടെ ഉള്ളം ഉള്ളതുപോലെ അറിയുന്നുണ്ട്. അവൻ നിങ്ങളോടൊപ്പമുണ്ട്. ദേവാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കെട്ടിടങ്ങൾ നശിപ്പിക്കുവാൻ ഒരുപക്ഷെ ശത്രുക്കൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കെട്ടിടങ്ങളല്ല, വിശ്വാസികളായ നിങ്ങളാണ് സഭ. ആദ്യകാല ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടപ്പോൾ അവർ ആരാധിച്ചിരുന്നത് ഗുഹകളിലും ഭവനങ്ങളിലും പൊതുസ്ഥലത്തുമൊക്കെയായിരുന്നു. അന്ന് സുവിശേഷവും കൂട്ടായ്മയും വിസ്മയകരമായി ശക്തി പ്രാപിച്ചു. അവർ ലോകത്തെ കീഴ്മേൽ മറച്ചു.
നിങ്ങളുടെ ശത്രുവിന് മതിലുകളും ഭിത്തികളുമൊക്കെ തകർക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ അവർക്കൊരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കർത്താവിന്റെ വിസ്മയവാക്കുകൾ സഹോദരങ്ങൾ എപ്പോഴും ഓർക്കണം. മത്തായി 10:28. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഇടറിപ്പോകാത്ത നിങ്ങളുടെ വിശ്വാസം പാപാന്ധകാര ലോകത്തിൽ ഉജ്ജ്വല പ്രകാശമായി തെളിഞ്ഞു കത്തുകയാണ് സഹോദരങ്ങളെ. അതൊരിക്കലും കെടില്ല. കെടുത്തുവാൻ നിഷേധ ശക്തികൾക്ക് കഴിയുകയുമില്ല. അതിക്രമക്കാരെ ദൈവം തീർച്ചയായും ന്യായം വിധിക്കും. നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതി നടത്തിയിരിക്കും. യെശയ്യാപ്രവചനം 30:18. കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. റോമർ 12:19. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എല്ലാ ദുഷ്പ്രവൃത്തികൾക്കും ദൈവമുമ്പാകെ ഒരിക്കൽ സമാധാനം പറയേണ്ടി വരും. അധർമ്മം പ്രവർത്തിക്കുന്നവരെല്ലാം ഡിവൈൻ കോടതിയുടെ മുമ്പാകെ ഒരിക്കൽ നിർത്തപ്പെടും. നീതിയുള്ള ന്യായാധിപനായ ദൈവം തീർച്ചയായും നീതി നടത്തിയിരിക്കും. നാശനഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എങ്ങനെ തുടർന്ന് ജീവിക്കുമെന്ന ചോദ്യം തീർച്ചയായും വലിയ വെല്ലുവിളിയാണ്. പ്രിയ സഹോദരങ്ങളെ, ശൂന്യത നിറഞ്ഞ ദുരന്തപൂർണമായ ഭാവിയിലേക്ക് നോക്കി നിങ്ങൾ വിഷമിക്കരുത്. ഇന്നത്തെ ദിവസത്തെപ്പറ്റി മാത്രം ദയവായി ചിന്തിക്കണം. അതുതന്നെ നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത ഭാരമാണ്. കർത്താവിന്റെ വാക്കുകൾ വളരെ വിനീതമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായി 6:34. നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഈ പ്രതിസന്ധി ഘട്ടത്തെ ക്രിസ്തീയമായി നേരിടുന്നതിനെപ്പറ്റി വളരെ വിനീതമായ ചില അഭിപ്രായങ്ങൾ പറയുകയാണ്. സഹനത്തിന്റെ തീച്ചൂളയിലായിരിക്കുന്ന നിങ്ങളോട് ഇതൊന്നും പറയാനുള്ള യോഗ്യതയും അർഹതയും എനിക്കില്ല. എങ്കിലും ചില ആശ്വാസവാക്കുകൾ മാത്രം പറയുകയാണ്. കർത്താവേ, അവിടുന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ആശ്രയം. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണമേ. ഇതുപോലുള്ള ലഘുവായ പ്രാർത്ഥനകൾ നിരന്തരം ചൊല്ലുന്നത് മനസ്സിന് സാന്ത്വനം പകരും. പ്രത്യാശയുടെ സ്തോത്രഗീതം ഹൃദയത്തിൽ പാടുമ്പോൾ ദുരന്ത ചിന്തകളുടെ ട്രാക്കിൽ നിന്നും മനസ്സിനെ അല്പനേരത്തേക്ക് പിന്തിരിപ്പിക്കുവാൻ കഴിയും. ദുരന്തങ്ങളിലായിരിക്കുന്നവർക്ക്
ഭക്ഷണവും സാന്ത്വനവും പ്രത്യാശയും പങ്കുവയ്ക്കുന്നതും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതും തീർച്ചയായും അസ്വസ്ഥ മനസ്സിനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും വെറുപ്പും പ്രതികാരവും നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ ദയവായി അനുവദിക്കരുത്. അത് ഹൃദയമുറിവുകളെ വീണ്ടും മുറിപ്പെടുത്തും. നിങ്ങളുടെ വിശ്വാസം കേവലം നിശബ്ദമായ നെടുവീർപ്പ് മാത്രമാണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാം. പ്രിയ സഹോദരങ്ങളെ, അത് നിസ്സാരമല്ല. ഒരു നെടുവീർപ്പ് പോലും ദൈവം മുമ്പാകെ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല, തോൽപ്പിക്കപ്പെട്ടവരല്ല, ദൈവം മറന്നുകളഞ്ഞവരുമല്ല. കാൽവരിയിലെ പാപപരിഹാര ബലി പരാജയമായിരുന്നു എന്ന് മത നേതൃത്വം ചിന്തിച്ചു. എന്നാൽ അത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയുമൊക്കെ പുണ്യമായി തീർന്നു. അതിക്രൂരമായ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയ സഹോദരരെ, ഇന്നത്തെ നിങ്ങളുടെ കഷ്ടപ്പാടും വേദനയും അപമാനങ്ങളും നഷ്ടങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കും ദൈവരാജ്യ മഹത്വത്തിനുമുള്ള സമർപ്പണമായി തീരും. ഇപ്പോഴത്തെ നഷ്ടങ്ങളും കഷ്ടങ്ങളും നിത്യതയിലെ മഹത്വമായി തീരുമെന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്ത്വന വാക്കുകളിൽ നിങ്ങൾ ദയവായി ഹൃദയമുറപ്പിക്കണം. മത്തായി 5-ാം അധ്യായം. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രത്യാശയും വീണ്ടെടുപ്പുകാരനുമായ യേശുവേ, യുദ്ധകെടുതിയിലും ഭീകരാക്രമണത്തിലുമായിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭയവും വേദനയും വേർപാടിൻ്റെ ദുഃഖവും പട്ടിണിയുമൊക്കെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവരെല്ലാം നിന്റെ സ്വന്തം മക്കളാണല്ലോ. അവർക്കെല്ലാം ഒരേ വേദനയും നഷ്ടബോധവുമാണ്. തകർന്ന ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കണമേ. മുറിവേറ്റ ആത്മാക്കളെ ബലപ്പെടുത്തണമേ. നിന്റെ സ്വർഗീയ സമാധാനം അവരുടെ തളർന്ന മനസ്സിനെ ബലപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളെ സുരക്ഷിത കരങ്ങളിൽ കാത്തുകൊള്ളണമേ. അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. വൃദ്ധരെയും മനോശാരീരിക വൈകല്യമുള്ളവരെയും ശാശ്വത ഭുജങ്ങളിൽ വഹിക്കണമേ. അന്ധകാര ശത്രുക്കൾ പരത്തുന്ന ഇരുട്ടിൽ കെട്ടുപോകാത്ത പ്രത്യാശാ ദീപങ്ങളായി സുവിശേഷകരെയും ഇടയന്മാരെയും ബലപ്പെടുത്തി നിർത്തണമേ. ഈ സഹനങ്ങൾക്കെല്ലാം
അവിടുന്ന് അറുതി വരുത്തുമെന്ന് കർത്താവെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുവരെ ഇടറിപ്പോകാതെ, ആദ്യ സ്നേഹം തണുത്തു പോകാതെ അവരെ ഉറപ്പിച്ചു നിർത്തേണമേ. ഒരിക്കലും അസ്തമിക്കാത്ത അങ്ങയുടെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ അമിത ബലവും അവരിൽ സദാ പരിവർത്തിക്കണമേ. ക്രിസ്തുവാകുന്ന പാറയിൽ ഞങ്ങളെയും അവരെയും ഉറപ്പിച്ച് നിർത്തേണമേ. യേശുക്രിസ്തുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.